സിപിഐഎമ്മിന്റെ ഉറച്ച മണ്ഡലമായ അമ്പലപ്പുഴ ഇത്തവണ അസാധാരണമായ പോരാട്ടത്തിനാണ് വേദിയാകുന്നത്. സിപിഐഎം വിട്ട യുഡിഎഫ് പിന്തുണയോടെ മത്സരിക്കുന്ന മുതിർന്ന നേതാവ് ജി സുധാകരൻ ചരിത്രം തിരുത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. താഴെ തട്ടിൽ നിന്നുള്ള കണക്കുകളിൽ സിപിഐഎമ്മിന് ആശങ്കയുണ്ട്. എന്നാൽ നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നാണ് എച്ച് സലാമിന്റെ ആത്മവിശ്വാസം. കഴിഞ്ഞ 4 തവണയും ജയിച്ച കായംകുളത്തും LDF ആശങ്കയിലാണ്. യു പ്രതിഭയും എം ലിജുവും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം. അതിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. മനീഷ് മഹിബാൽ ചേരുന്നു. മനീഷ്, ഈ ആലപ്പുഴയിൽ തന്നെ കനത്ത പോരാട്ടം നടക്കുന്ന 2 മണ്ഡലങ്ങളും അതിൽ എവിടെയൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണാമല്ലേ? റോഷ്നി, അമ്പലപ്പുഴയിൽ ജി സുധാകരൻ എന്ന അതികായകന് മുൻപിൽ സംഘടനയുടെ എല്ലാ മെഷീനറിയും സംവിധാനവും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ അമ്പലപ്പുഴയിൽ കണ്ടത്. ആ രീതിയിൽ സംസ്ഥാന നേതാക്കളടക്കം, അതായത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആലപ്പുഴയിൽ പങ്കെടുത്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത് സംസ്ഥാനത്ത് ഭരണം കിട്ടിയാലും ജി സുധാകരൻ ജയിച്ചാൽ അത് രാഷ്ട്രീയമായ വലിയ പ്രഹരം പാർട്ടി കേൾക്കുന്നത് പോലെ. അതുകൊണ്ട് ജി സുധാകരന്റെ ജയം ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. പരമ്പരാഗത പാർട്ടി വോട്ടുകൾ ഒരു കാരണവശാലും ചോർന്നു പോകരുത് എന്നായിരുന്നു പാർട്ടിയുടെ നിലപാട്. ആ രീതിയിൽ തന്നെ മത്സരമുണ്ടായി. ജി സുധാകരൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് തന്റെ പ്രചരണത്തിൽ തന്റെ ബാനറോ പോസ്റ്ററോ ഒന്നും കാണുകയില്ല എന്നായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ ജി സുധാകരൻ ആ രീതിയിൽ തന്നെ പോസ്റ്ററും ബാനറും ഒക്കെ തന്നെ കൊണ്ടുള്ള പ്രചരണത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ വലിയ ടൈറ്റ് പോരാട്ടത്തിലേക്ക് വന്നു. ഇപ്പോൾ ജി സുധാകരന്റെ കണക്കുകൂട്ടലിൽ 90,000 വോട്ടുകൾ തനിക്ക് ലഭിക്കും. 1.5 ലക്ഷം വോട്ടുള്ള മണ്ഡലത്തിൽ 90,000 വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന് ജി സുധാകരൻ പറയുന്നു. പക്ഷേ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്നാണ് CPM-ന്റെ കണക്കൂട്ടൽ. 6100 വോട്ടുകൾക്ക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി, അതായത് LDF സ്ഥാനാർത്ഥി എച്ച് സലാം പിന്നിലെന്നാണ് പാർട്ടിയുടെ കണക്ക്. പക്ഷേ അത് 6100 വോട്ടുകൾ എന്ന് പറയുന്നത് ഷ്യൂർ വോട്ടുകൾ മാത്രമാണ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതയുള്ള ഒരൊറ്റ വോട്ടുകൾ പോലും കൂട്ടാതെയുള്ള 6100 വോട്ടാണ്. അതിലൊരു 3050 വോട്ടോളം തിരികെ സാധ്യതാ വോട്ടുകൾ പാർട്ടിക്ക് ലഭിച്ചാൽ, LDF ലഭിച്ചാൽ അവിടെ എച്ച് സലാം ജയിക്കും. അങ്ങനെ കണക്ക് കൂട്ടൽ പാർട്ടിക്കുണ്ട്. ഒപ്പം തന്നെ 17% NDAക്ക് വോട്ടുള്ള സ്ഥലത്ത് NDAയുടെ വിഹിതം വർദ്ധിപ്പിക്കാൻ സാധിച്ചാലും അത് LDFന് അനുകൂലമായ ഘടകമാകാൻ സാധിക്കും. 5000-ഓളം വോട്ട് തനിക്ക് BJPയുടെ വോട്ട് തനിക്ക് ലഭിക്കുന്നു ജി സുധാകരൻ പറഞ്ഞത് BJP വോട്ടുകൾ കണ്ണും വെച്ചാണ്. ആ രീതിയിൽ BJPയുടെ വോട്ടുകൾ കുറെ കൂടി BJPക്ക് തന്നെ ലഭിച്ചാൽ അത് LDFന് ഗുണം ചെയ്യും. ഇനി കായംകുളത്ത് 2016 മുതൽ ഇപ്പോഴിതാ തുടർച്ചയായി LDFനൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ്. ലിജുനെ സംബന്ധിച്ച് തുടർച്ചയായി 3 തോൽവി ജില്ലയിലെ പല മണ്ഡലങ്ങളും അനുഭവിക്കേണ്ടത്. ഈ 2 മണ്ഡലങ്ങളിലും കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. മനീഷ് മഹിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.